സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31st December 2020 അല്ലേ. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്ലോസിങ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ടല്ലേ. നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കിയിട്ട് കണ്ടെത്തണം അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കും, ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ എന്താണ്? കറണ്ട് അക്കൗണ്ട് ആണ് കേട്ടോ. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫേമിലെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സിൻ്റെയൊക്കെ പേഴ്സണൽ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് അക്കൗണ്ട്. അതായത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ എത്രയാണ്, അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ്, അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതെല്ലാം ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോസിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് അതേപോലെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് എടുക്കുന്നത്. അത് മനസ്സിലാക്കുക. കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ടിനെയാണ് നമ്മൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ടും ക്ലോസിംഗ് ക്യാപിറ്റലായിട്ടും എടുക്കുന്നത് ഇൻ ദ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ 2020 അതല്ലെങ്കിൽ 31st December, ഫസ്റ്റ് ഏപ്രിൽ അല്ല, 31st December 2019 ഇൻഫർമേഷൻ നമുക്ക് തന്നു. അതായത് ഓപ്പണിങ്ങിലുള്ളത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ കറണ്ട് അക്കൗണ്ടും അതിൽ തന്നിട്ടുണ്ട് അല്ലേ. എയും ബിയും ക്രെഡിറ്റ് സൈഡിലും അതുപോലെ സിൻ്റെത് ഡെബിറ്റ് സൈഡിലും തന്നിട്ടുണ്ട്. ദെൻ അതായത് ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് കമ്പൈൻഡ് ക്യാപിറ്റൽ കാണാനാണ് നമ്മൾ ഈ ബോർഡിൽ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31st December 2020. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചതെന്ന് ചിന്തിക്കരുത്. എന്താ ചെയ്യേണ്ടത്? അതിന് കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കാണണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതായത് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് അല്ലേ. ദെൻ ഇനി നമുക്ക് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് ഓൺ 31st December 2020 കാണണം. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്ലോസിങ്ങിലുള്ള ഒരുപാട് അസറ്റും ലയബിലിറ്റീസും എത്രയൊക്കെയാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് അല്ലേ, അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണെന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലോസിങ്ങിലുള്ള ക്യാപിറ്റൽ കാണണം, അതായത് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് കാണണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്നത് അല്ലേ. പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. അതിനും ശേഷമാണ് നമ്മൾ എന്ത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലേ, ബാലൻസ് ഷീറ്റ് പോലെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഓൾറെഡി നമ്മുടെ ബാലൻസ് ഷീറ്റിന് താഴെ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. താഴെ കാണാം, ദ പാർട്ട്നേഴ്സ് ഡ്രോയിങ് ഡ്യൂറിങ് 2020 ഹാവ് ബീൻ പ്രൊവൈഡഡ് അറ്റ് അല്ലേ. അവരുടെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അത് കൂടാതെ എന്ത് തന്നിട്ടുണ്ട്? ഓൺ 31st December 2020 ദ ക്യാഷ് വാസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അസറ്റ്, അതായത് 31st December 2020 ക്യാഷ് ഇത്രയായിരുന്നു, ഡെറ്റേഴ്സ് ഇത്രയായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അഥവാ ക്യാഷ് എത്രയായിരുന്നു? 3200. അത് നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് സൈഡിൽ എഴുതി അല്ലേ, 3200. ദെൻ ഡെറ്റേഴ്സ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നത്? 4025. സ്റ്റോക്കോ 5090. 5000 എത്രയാണ് തന്നിട്ടുള്ളത്?
5900 അല്ലേ. സ്റ്റോക്ക് തന്നിട്ടുള്ളത് 5900. ദെൻ മെഷീനറി എത്രയാണ്? മെഷീനറിക്ക് മുന്നേ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ട് അല്ലേ. അഡ്വാൻസ് പേയ്മെൻറ്റ് എത്രയാണ്? 25 ആണ്. ദെൻ നമ്മളോട് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ എവിടെ എഴുതുക? ലയബിലിറ്റി സൈഡിൽ എഴുതി 6040 അല്ലേ. ദെൻ നമുക്ക് തന്നിട്ടുള്ളത് മെഷീനറി ഈസ് ടു ബി ഡിപ്രീസിയേറ്റഡ്. അപ്പോൾ അവർക്ക് അവിടെ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്, മെഷീനറിക്കും ഉണ്ട്, അതുപോലെ ഫിക്ചേഴ്സിനും ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. മെഷീനറിക്ക് 10%, ഫിറ്റിങ്സിന് 7% അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഇപ്പോൾ ഫസ്റ്റ് കാണേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ആ ക്ലോസിംഗ് ബാലൻസ് കാണാൻ നമ്മൾ ഡിപ്രിസിയേഷൻ ഒന്നും നോക്കണ്ട. അസറ്റ് എത്രയാണോ ഓൾറെഡി ഉള്ളത് അത് എഴുതാം. അപ്പോൾ മെഷീനറി എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുണ്ട് മെഷീനറി ഇല്ലേ, ഉണ്ട്. അതേപോലെ ഫിറ്റിങ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. മെഷീനറിയുടെ 10% ഡിപ്രിസിയേഷൻ ലെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യഥാർത്ഥ എമൗണ്ട് എഴുതാം. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് കാണുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യൂല? കുറക്കൂല. നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കേസിൽ നമ്മൾ പഠിച്ച ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഫോർമാറ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എക്സ്പെൻസുകൾ കുറക്കാൻ. അതിൽ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ കുറച്ചാൽ മതി. അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കുക. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, കൺഫ്യൂഷൻ ആവരുത്. രണ്ട് രീതിയിലും ചെയ്യാം. സിമ്പിൾ മെത്തേഡ് ഏതാണ്? ഞാൻ ചെയ്ത ഈ മെത്തേഡാണ്. അതായത് ഓൾറെഡി മെഷീനറി എത്രയാണുള്ളത് അത് എഴുതുക, ഫിക്ചേഴ്സ് എത്രയാണുള്ളത് അത് എഴുതുക. ഇനി അതിൻ്റെ ഡിപ്രിസിയേഷൻ എന്താ എടുക്കാത്തതെന്ന് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഡിപ്രിസിയേഷൻ നമ്മൾ എവിടെ എടുക്കും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എടുക്കും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? മെഷീനറി 1440, ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് 600. ഓക്കെ, അപ്പോൾ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും അസറ്റ് സൈഡിലുണ്ടോ? ഇല്ല. ദെൻ നമുക്ക് എന്താ? ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് ഓൾറെഡി എഴുതി. പിന്നെ ഒരു അക്കൗണ്ടും കൂടെ ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ക്യാപിറ്റൽ എഴുതണം. ക്രെഡിറ്റേഴ്സിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതണം. എൻ്റെത് 4500, ബീൻ്റെ 3000, സീൻ്റെ 1500, ടോട്ടൽ 9000. ഇനി നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. ഇതിലേതാണോ വലുത് അതിൽ നിന്ന് ചെറുത് കുറക്കുക. അതിന് ശേഷം കിട്ടുന്ന ബാലൻസ് ഫിഗർ ആയിരിക്കും നമ്മുടെ എന്ത്? കറണ്ട് അക്കൗണ്ട്, കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് അല്ലേ. അതാണ് നമുക്ക് വേണ്ട ക്ലോസിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഏത് സൈഡാണ് കൂടുതൽ? അസറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ. ടോട്ടൽ ചെയ്ത് നോക്കുക. എത്ര കിട്ടുന്നുണ്ട്? 15,119 എന്ന് കിട്ടും. 15,190 കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പോൾ അതന്നെ നമ്മളിവിടെ എഴുതി അല്ലേ. ഇനി ലെസ് 6040, അതുപോലെ 9000 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 150. ഈ 150 ആണ് നമുക്ക് എന്താ? കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്. കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് അതായത് ബാലൻസ് അല്ലേ. നമ്മൾ കണ്ടെത്തിയത് ഇതാണെന്ന് അറിയാൻ കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് അഥവാ ബാലൻസ് ഫിഗർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31st December 2020 നമ്മൾ കണ്ടു. എത്ര കിട്ടിയത്? 150. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കാണാം. സ്റ്റുഡൻസ് ലിസൺ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഫോർമാറ്റ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോർമാറ്റ് നോക്കുക. ഒന്നാമത്തെ എന്താണ്? കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലേ. അതായത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കറണ്ട് അക്കൗണ്ട് ബാലൻസ് എത്രയായിരുന്നു? അത് 150 അല്ലേ.
ദെൻ ആഡ് ഡ്രോയിങ്സ്, കമ്പൈൻഡ് ഡ്രോയിങ്സ് ആണ് അല്ലേ. കമ്പൈൻഡ് ഡ്രോയിങ്സ് പറഞ്ഞാൽ 3 പേരുണ്ട്, 3 പേരുടെയും ഡ്രോയിങ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 3050. 3050. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 3200 ലെസ്. ഇനി എന്താ അടുത്തത്? ഡ്രോയിങ്സ് ആഡ് ചെയ്തു, ലെസ് എന്താണ്? കമ്പൈൻഡ് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് അല്ലേ. കറണ്ട് അക്കൗണ്ട് എത്ര ഉണ്ട്? കമ്പൈൻഡ് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് അത് ശ്രദ്ധിക്കുക. എയുടെയും ബിയുടെയും അല്ലേ ക്രെഡിറ്റ് ബാലൻസ് ആണ്. എൻ്റെ എത്രയാണ്? എൻ്റെ ബാലൻസ് 145, ബീൻ്റെത് 100 അല്ലേ. അപ്പോൾ 245. പക്ഷെ സീൻ്റെ എന്താണ്? സീൻ്റെത് ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ, അതായത് അസറ്റ് സൈഡിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ലോസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതെന്താണ്? നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ 170 നമ്മൾ എന്ത് ചെയ്യുക? 245 കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? 75 അല്ലേ. ഇത് നമുക്ക് ഈ കോളത്തിൽ എഴുതാം കേട്ടോ. അപ്പോൾ 75 കിട്ടും. അപ്പം 3200 നിന്ന് 75 കുറച്ചാൽ എത്ര കിട്ടും? 3125 അല്ലേ. ഇതാണ് എന്ത്? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 3125 നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഫോർമാറ്റ് നോക്കി നോക്ക്. എന്താണ്? ലെസ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എക്സ്പെൻസിൽ ഇവിടെ നമുക്ക് ഏതൊക്കെയുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു എക്സ്പെൻസ് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും. അപ്പോൾ ഡിപ്രീസിയേഷനും ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഉണ്ട് നമുക്ക് കുറക്കാൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കാണാം? ഡിപ്രീസിയേഷൻ നിങ്ങൾ കാണുമ്പോൾ സൈഡിൽ വർക്കിംഗ് നോട്ട് ആക്കി എഴുതുക. ഡിപ്രീസിയേഷൻ എങ്ങനെയാ? മെഷീനറീൻ്റെ ആണെങ്കിൽ 10% അല്ലേ. നമ്മുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനത് മായ്ക്കാണ്. നിങ്ങൾ താഴേക്ക് എഴുതണം കേട്ടോ. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴോട്ട് എഴുതുക ലെസ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് എഴുതുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി നമുക്ക്? 3125 ലെസ് ഡിപ്രീസിയേഷൻ അല്ലേ. മെഷീനറി എത്ര ഉണ്ട്? മെഷീനറി 10% അല്ലേ. ഡിപ്രീസിയേഷൻ മെഷീനറി ആയിട്ട് 10%. ഇതൊക്കെ വർക്കിംഗ് നോട്ട് താഴെ കാണിക്കുക. ദെൻ എമൗണ്ട് ഇതിലേക്ക് എടുത്തെഴുതിയാൽ മതി. അതാവും നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പം. ഓക്കെ. അപ്പോൾ 144. ദെൻ ഫിക്ചേഴ്സിൻ്റെ എത്ര കിട്ടും? ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് 7% അല്ലേ. 45 എന്ന് കിട്ടും. ദെൻ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 189. ഇതതിൽ നിന്ന് കുറക്കുക. പിന്നെ ഒന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതായത് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ടോട്ടൽ ക്യാപിറ്റൽ 9000 ആണ്. ഓരോരുത്തരതും 5%, അതായത് ടോട്ടൽ 9000ൻ്റെ 5% എത്ര കിട്ടും? 9000ൻ്റെ 5/100 അല്ലേ. എത്ര കിട്ടും? 450 അല്ലേ. 450.
അപ്പോൾ അത് രണ്ടും കൂടെ അതിൽ നിന്ന് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2486. ഇതാണ് നമ്മുടെ എന്ത് നെറ്റ് പ്രോഫിറ്റ്. ഇത്രയുമാണ് നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് 2486. അപ്പോൾ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. പേഴ്സണലി ചോദിച്ചാൽ ഒന്നുകൂടെ വ്യക്തമാക്കി തരും. അതല്ല എന്നുണ്ടെങ്കിൽ വൃത്തിയിൽ നോട്ടിൽ എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കമ്പൈൻഡ് ക്ലോസിങ് ക്യാപിറ്റൽ 150 നമുക്ക് കിട്ടി. അതിൽ നിന്ന് എന്ത് ചെയ്തു? ആഡ് ഡ്രോയിങ്സ് ചെയ്തു. ദെൻ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. ഇവിടെ അഡീഷണൽ ഇല്ല. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ദെൻ ലെസ് എക്സ്പെൻസസ് അല്ലേ. ദെൻ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് 2486 കിട്ടി. അപ്പോൾ ഈ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് 3 പേരും കൂടെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും അല്ലേ. ആ ഷെയർ ചെയ്യുന്ന റേഷ്യോ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു വെച്ചാൽ ഷെയർ ചെയ്യുന്ന റേഷ്യോ ഒക്കെ, അതായത് ഓരോരുത്തർക്ക് എത്ര പ്രോഫിറ്റ് എന്ന് കിട്ടും. അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണാൻ ആവശ്യമുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം പ്രോഫിറ്റ് ഷെയർ അല്ലേ. ഏക്ക് എത്ര കിട്ടുന്നുണ്ട്? ഏക്ക് 2486 നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ. അതിൻ്റെ എത്ര ഭാഗം കൊടുക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര ഭാഗമാണ്? ഏക്ക് 1/2 അല്ലേ. 1/2 ആണ്. ബിക്ക് എത്ര ഉണ്ട്? 1/3 അല്ലേ. സിക്ക് 2486ൻ്റെ 1/6. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്ര കിട്ടുന്നുണ്ട്? ഷെയർ ഓഫ് പ്രോഫിറ്റ് 1243 കിട്ടും എക്ക്. ബിക്കോ 829 ആൻഡ് സിക്കോ 414 അല്ലേ. 414. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയർ നമ്മൾ കണ്ടുവെക്കുക. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓരോരുത്തർക്കും കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? അവരുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് അവരുടെ കറണ്ട് അക്കൗണ്ട് ടോട്ടൽ കാണിക്കുമ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മളത് കാണിക്കും. ഓക്കെ.